ഉസ്മാനെ ഒന്ന് ബലത്തി ചവിട്ടിക്കോ. കുറെ എണ്ണത്തിനോട് ചവിട്ടി ഇറക്കട്ടെ. ഇറങ്ങി കവിയരപ്പനെ വെച്ച് മീരേസും കുഞ്ചബാബനൊക്കെ ഇറങ്ങി. അങ്ങനെ ഒന്നും കളിയാക്കണ്ട കുട്ടാ, ഞങ്ങൾക്കും വരും ഒരു കാലം. ആ വന്ന കാല ഗോപാല ഇത്. പക്ഷെ കഷ്ടകാലായി പോയിന്ന് മാത്രം. നായകന്മാർക്ക് വെടിവെച്ച് നിറങ്ങാനായിട്ട് ഔട്ട് ഓഫ് ഫോക്കസിലെ കുറച്ച് ജീവിതങ്ങൾ നിന്റെ 125 ഉണ്ട്. നീ പോയി കോട്ടടിച്ചോ. ആരാണത് ഈ വണ്ടിയിലുണ്ടായിരുന്ന? എന്റെ പേര് ഓ ഉർവശി ശാരദ. ഞാൻ നോക്കിയപ്പോഴാണ്. എടാ കുട്ട, ഇന്നെങ്കിലും 150 തയ്ച്ചതാടാ. ഓ ഒന്നുമില്ലേലും ഞങ്ങൾ ഇന്ന് കരഞ്ഞത് ഹിന്ദിയിലൊക്കെ അല്ലേടാ. ബച്ചാവോന്ന് എന്തേനു ഇത്രയും കാലം അവനവന്റെ കുടുംബത്തിൽ കുത്തിയിരുന്ന് സ്വന്തം മക്കളുടെ മുമ്പിൽ വല്ലതും തരണേ എന്ന് നല്ല പച്ചമലയാളത്തിൽ കരഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മോൻ 10ന്റെ ചിലികാശ് തന്നിട്ടില്ലല്ലോ. ആ നിലയ്ക്ക് 125 ധാരാള. ബാക്കിയുള്ള 25 എന്റെ അവകാശ. കമ്മീഷൻ. അതെ, ഇതുകൊണ്ട് വല്ല ബൂസ്റ്റൊക്കെ വെച്ച് കഴിക്ക്. ചാള വറുത്തതുപോലെ വരുന്നത് എനിക്ക് കൊണ്ട് ക്യാമറയുടെ മുമ്പിൽ നിർത്തുന്നാണാവുക. 10 രൂപ കുറവുണ്ട് ചേച്ചി. ബാക്കി നാളെ തരണേ. നാളെ ഇവര് വിളിക്കണ്ടാ. അപ്പൊ ബാക്കിയുള്ളവർക്ക് 125 വെച്ച് നീ അങ്ങോട്ട് കൊടുത്താൽ മതി. ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. ദിവ്യ മോള് പിടി. മോക്കുള്ളത് സുന്ദരൻ. അല്ല ഇതെന്താ 125? എന്റെ എക്സ്ട്രാ 100 എവിടെ? എക്സ്ട്രാ 100? നീ എന്റെ ഡബിൾ റോൾ അഭിനയിച്ച? അതെ ആനന്ദകുട്ടേട്ടാ, ഇങ്ങോട്ട് നമ്പർ ഇടല്ലേ. 3-4 കൊല്ലം മുമ്പ് ഇയാള് ചായപ്പൊടി കച്ചവടത്തിന് ഇറങ്ങിയപ്പോ അവിടുത്തെ ഓഫീസ് സ്റ്റാഫായി കയറി വന്നോളാം ഞാൻ. എന്തായിരുന്നു ഐശ്വര്യം. 3ന്റെ അന്ന് പൂട്ടിയില്ലേ? അത് പൊട്ടിപ്പൊളഞ്ഞ് പിന്നെ ഷർട്ട് വെച്ചോളം തുടങ്ങിയപ്പോഴും സെയിൽസ് ഗേൾ ആയിട്ട് നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതും 3-ാം ദിവസം പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പതാ ജൂനിയർ ആർട്ടിസ്റ്റായി മലയാള സിനിമയെ പരിപോഷിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോഴും ഇവള് നിന്റെ കൂടെ ഉണ്ടെന്നല്ലേ നിന്റെ അടുത്ത ഡയലോഗ്. എന്തേനു? എന്റെ ഡയലോഗ് താൻ പറഞ്ഞ തന്റെ ഡയലോഗ് പറയാൻ പിന്നെ താനുണ്ടാവില്ല കേട്ടാ. കഴിഞ്ഞ മാസം കോയിനട്ടിന്റെ കടം വീട്ടാനും വേണ്ടി 3000 രൂപ എന്റെ അടുത്ത് എണ്ണി മേടിച്ചപ്പോ എന്താ പറഞ്ഞത്? വർക്കുള്ള സമയത്ത് ഡെയിലി 100 വെച്ച് തിരിച്ചു പിടിച്ചോളാനല്ലേ? അത് ഞാൻ കടം വാങ്ങി തന്ന കാശാ. അങ്ങനെ ഒരു കാശോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എങ്ങനെ? എനിക്ക് ഓർമ്മയില്ലാത്ത കാര്യം തനിക്ക് ഓർമ്മയുണ്ടെന്നാ? എന്തേനു? കുന്തേനു. ഞാൻ പറയാം. ആ ഉറങ്ങാത്ത സംവിധായകന്റെ സിനിമയിലെ പള്ളിപ്പെരുന്നാൾ അഭിനയിച്ചേച്ച് പോരുമ്പോഴാ നീ ഇവളോട് പണം വാങ്ങിയതും ഈ ഇടപാട് പറഞ്ഞതും. അത്രയ്ക്ക് ഓർമ്മയുണ്ടെങ്കിൽ താൻ കൊടുക്കണ കാശ്. വെറുതെ ആ പാവത്തിന്റെ മെക്കിട്ട് കയറാതെ എന്റെ കാശും കിടക്ക്. ഇന്നലത്തെ 100ഉം ഇന്നത്തെ 100ഉം. എനിക്ക് നാളെ രാജിക്ക് ഫീസ് കൊടുക്കാനുള്ളതാ. അയ്യോടി, ഈ കാര്യം നീ നേരത്തെ പറയണ്ടേ. അവൾ എന്റെ കൂടി അനിയത്തിയിലടി. ആ ഫീസ് ഞാൻ കൊടുക്കും. കിട്ടുമ്പോ അടുത്ത മാസം ഒരുമിച്ച് വണ്ടി വിടാം. നീ എന്തിനോട് ഒറ്റയ്ക്ക് ഇങ്ങനെ കുടുംബഭാരം ചുമക്കണത്? ഞാനും ഇല്ല നിന്റെ കൂടെ. അതൊക്കെ പോട്ടെ. എന്തായാലും ഇന്ന് നീ ആ പർദ്ദക്കിട്ട് ഹിന്ദി ഡയലോഗും പറഞ്ഞ് കരഞ്ഞു ഓടി വരണ കണ്ടപ്പോ ബോംബെ സിനിമയിലെ മനീഷ കൊയ്രാളെ എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും? ഹീറോയിന്റെ സ്റ്റോപ്പ് എത്തി. അയ്യോ എന്റെ ചിട്ടിക്കാശ്. അത് 500 കൊല്ലം കുറെ ആയാലും നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട്. ഈ കാശ് പോക്കറ്റ് അടിച്ചു പോയി കരുതിയാ മതി. എന്റെ മോൻ പോയി കിടന്നുറങ്ങ്. എത്ര കിലോമീറ്റർ ഞാൻ പിടിച്ചെന്നതാ. ആ റൊമാൻറ്റിക് ആയതാ കുഴപ്പമായത്. മലയാള സിനിമ നീനാൾവാഴ്ത്തി അമ്മ, മേക്ട, ചേംബർ, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, പല പല ഫാൻസ് അസോസിയേഷൻ, ഇങ്ങനെ മലയാള സിനിമയെ പരിപോഷിപ്പിക്കുന്ന എല്ലാ സംഘടനകൾക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ചന്ദ്ര, ഇവനിതെവിടെ പോയി? ഇവിടെ ഇരിപ്പണ്ടായിരുന്ന ചന്ദ്രൻ കാരോത്തുപടി ചെറ്റേ. ഒരു നല്ല കാര്യം നടക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിലെങ്കിലും നിനക്ക് സഭ്യതയോട് സംസാരിച്ചൂടെ കുട്ടാ? ഓടത്തിണ്ടി. നീ സഭ്യതയുടെ അതിർവരമ്പുകൾ വീണ്ടും ലംഘിക്കുന്നു കുട്ടാ. ഈ നഗരത്തിന്റെ പെരുമാറിൽ നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ കുരുതി ജലം പാനം ചെയ്യുകയായിരുന്നു. അറിയോ നിനക്ക്? മലയാള സിനിമയ്ക്ക് കൂട്ടക്കരച്ചിൽ നടത്താൻ വേണ്ടി രാവിലെ നിന്നെ വിളിച്ചപ്പോ ഇതൊന്നായിരുന്നില്ല നിന്റെ ഭാഷ. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് സംസാരിച്ചത്. രാവിലെ ഇംഗ്ലീഷ്, ഉച്ചക്ക് ഹിന്ദി, വൈകിട്ട് ബ്ലഡി മലയാളം. അതാണ് എന്റെ ശീലം. എന്റെ ശീലം നിനക്കറിയാലോ. എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഡ്രൈ ചിക്കനും ബ്രാൻഡിയും? ഈശ്വര, കാലത്ത് ഞാൻ പോകുമ്പോ ജോസഫേട്ടിന് കൊടുക്കാനുള്ള ഡെയിലി അടപ്പ് 300 രൂപ മുറിയിൽ അൽമാരിൽ വെച്ചിട്ടാ പോയത്. നീ ഇത് അടിച്ചു മാറ്റോടാ. കൂടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ 25-50 കൊങ്ങ കുടിച്ചുണ്ടാക്കുന്ന നിന്റെ തൂച്ച സമ്പാദം അടിച്ച് മാറ്റിയിട്ട് വേണ്ട ചന്ദ്രക്കാരോത്ത് ബ്രാൻഡ് അടിക്കാൻ. നല്ല സഭ്യമായ ഭാഷയിലേക്ക് സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന നിനക്ക് കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. മലയാള സിനിമ ഉള്ളോടത്തോളം കാലം വരെ ഈ കാരോത്തുപടി ചന്ദ്രൻ അന്തസ്സായിട്ട് ജീവിക്കും. ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അങ്ങനെ കൂവാൻ പോയിട്ടാണ് അങ്ങനെ. എങ്ങനെ? ഇതേ 4 നേരം നല്ല അന്തസ്സായിട്ട് കൂവേണ്ടൊക്കെ കാശാ. എവിടെ കൂവിട്ട്? സിനിമ തിയേറ്ററില് ഇന്ന് എത്ര പടങ്ങൾ റിലീസായി? 3. ആ 3 ഒരു ക്ലാസ്, ഒരു ആക്ഷൻ, ഒരു കോമഡി.
അതിലെ ആക്ഷൻ പടത്തിന്റെ ആൾക്കാര് എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞ് ഒരു 10-15 ആൾക്കാരെയും കൂട്ടി കോമഡി പടം കളിക്കുന്ന തിയേറ്ററിൽ പോയി കൂവാൻ. അന്തസ്സായിട്ട് പോയിട്ട് 4 ഷോക്കും നല്ല നല്ല സീൻ വരുമ്പോ കൂവി കൊടുക്കും. ഞങ്ങളുടെ കൂവലിയായിട്ട് കാണികൾക്ക് ഭ്രാന്ത് പിടിച്ച് അതോടെ ഫസ്റ്റ് ഡേ പടം ഇതാ ബാക്കി കാശി ഓരോരുത്തർക്ക് 250 രൂപയും ഒരു ഫുൾ ചിക്കൻ ബിരിയാണിയും. എടാ നാറി, ആ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് നീ പോയി ഞണ്ണിട്ടില്ലടാ. അതിനെന്താ, നാളെ ഞാൻ അതിന് പ്രായച്ചിത്തം ചെയ്താ പോരെ? കോമഡി പടത്തിന്റെ ആൾക്കാരായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. തലക്ക് 300 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ന്യൂൺ ഷോ മുതൽ ആക്ഷൻ പടം കളിക്കുന്ന തിയേറ്ററിൽ പോയി വൃത്തിയായിട്ട് പ്രായച്ചിത്തത്തിന് പ്രായച്ചിത്തം, കാശിന് കാശി. ഹൗ ആർ യു മൈ ബ്രെയിൻ? ബെസ്റ്റ് തല, മാംഗ്ലൂർ മെയിലിന് വെക്കാൻ പറ്റിയ തല ആണല്ലോ. അങ്ങനെയാണ് കുട്ട. ഇനി നമുക്ക് കുറച്ചു കാലം ഈ വഴിക്കാർ പിടിച്ചു നോക്കിയാലോ? കണ്ട പ്രൊഡക്ഷൻ മാനേജർമാരെ തെറിയേക്കണ്ട, വെയിലും കൊള്ളണ്ട, AC തിയേറ്ററിലിരുന്ന് നല്ല നല്ല സീൻ വരുമ്പോ അങ്ങോട്ട് കൂവി കൊടുത്താൽ മതി. പിന്നെ തൊണ്ടക്കൽപ്പം കിച്ചൊക്കെ ഉണ്ടാവും. അത് പിന്നെ ഏത് പണിയായാലും അതിന്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ? ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചാ സിനിമ ഫീൽഡാണെന്ന് പറയും ചെയ്യാം. എന്താ നിന്റെ അഭിപ്രായം? എന്തായാലും ഇത്രത്തോളം നീ പ്ലാൻ ചെയ്ത നിലയ്ക്ക് ഇനി ഞാൻ നിന്നോട് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. അതുകൊണ്ട് ഇനി ഒരു മുറിയിൽ ഒരുമിച്ചുള്ള പൊറുതി നമുക്ക് ഇന്നത്തോടെ അങ്ങോട്ട് അവസാനിപ്പിക്കാം. നീ ഇവിടുന്ന് പോയാൽ ഞാൻ പട്ടിണിയിൽ ചത്തു. ഞാനല്ല പോകുന്ന, നീ പോവും. ഞാൻ പോയാലും ഞാൻ പട്ടിണിയിൽ ചത്തു പോവും. നിന്റെ ഷർട്ട് കീറും, നിന്റെ ഷർട്ട് കീറും. അങ്ങനെ ചന്ദ്രേട്ടന്റെ കുട്ടൻ നല്ല കുട്ടനാകും. ഒന്നുമില്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് കളരിയിൽ കുട്ടന്റെ ഗുരുവല്ലേ ചന്ദ്രേട്ടൻ? കുട്ടന്റെ മനസ്സും നൊന്തെങ്കിൽ ഈ ചന്ദ്രഗുരു ഇനി മലയാള സിനിമയെ നുള്ളി നോക്കില്ല. ജെസി ഡാനിയലാണ് സത്യം. നമുക്ക് നമ്മുടെ പഴയ ജൂനിയർ ആർട്ടിസ്റ്റ് പണി തുടരാം. നാളെ എവിടെ ലൊക്കേഷൻ? എന്താ സീൻ? സർക്കാർ ആശുപത്രി, മദ്യ ദുരന്തം. മാസ്റ്റർ ഡെലിവറി എല്ലാം പോയേ, എല്ലാം പോയേ, എല്ലാം പോയേ. ഡാഡിയുടെ പൊന്നു മോനെ, നിന്റെ കോളേജിൽ പറഞ്ഞത് മദ്യം മദ്യപിക്കാനായിരുന്നു. കാണിക്കുന്നത് ഒന്ന് പറയാ. ശരി സാർ. എടോ ശവമേ, ഈ ശവല്ല തന്റെ മോൻ, ആ ശവമാണ് തന്റെ മോൻ. അച്ഛന്റെ പ്രായമുള്ള ഈ ശവത്തെ കയറണോ താൻ മോനെന്ന് വിളിച്ച് കയറണത്? ഉള്ളതിലും നല്ല ശവത്തിനൊക്കെ സെലക്ട് ചെയ്തെടുത്താ. സെലക്ട് ചെയ്ത് നീ ആരടാ? അവര് പറഞ്ഞോട് കേട്ടപ്പോരെ. സാറേ, ഇവനുച്ചക്കുള്ള ചോറ് കൊടുക്കണ്ട. സിനിമന്റെ ചോറ ആദ്യം കിടക്കണോ? താൻ വെള്ളടിച്ച് തട്ടിപ്പോയ ശവാണ്. ഷാജി, അയാളുടെ വായിലോർച്ച് കൂടുതൽ പതടിച്ചു കൊടുത്തേ. എന്താടോ പദദുരന്തം? പഴയ പോർഷൻ, പഴയ പോർഷൻ, പഴയ പോർഷൻ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എബ്രഹാം ഇങ്ങനെ സാറിന് വിശ്വസിക്കാം? നശിപ്പിച്ചു. ഫ്രെയിമിൽ കറിയുന്നതാണോ തന്റെ ഫോൺ വിളി? 4-5 ഫോൺ കൊണ്ട് നടന്നിട്ടെന്താ? ഒരു ഗുണമായിട്ടില്ല താനും. നിന്റെ കൺട്രോളിംഗ് ഒക്കെ ക്യാമറയുടെ പുറകിൽ മതി. മറിയിക്ക്. സോറി സാർ, ഒരേ സമയം 4 പടങ്ങൾ ഒരുമിച്ചാണ് സാർ ഞാൻ കൺട്രോൾ ചെയ്യുന്നത്. അതിന്റെ ടെൻഷനിൽ എന്റെ കൺട്രോൾ പോയതാ. ഒരു നിമിഷം ഞാൻ ജോഷി സാറിന്റെ ലൊക്കേഷനിലായി പോയി. ഡോണ്ട് റിപ്പീറ്റ്. വരൂ. ലീഡർ മാറി വേറെ പാർട്ടി ഉണ്ടാക്കാൻ പോയ മോനെ. ഹലോ, അതെ ആനന്ദക്കുട്ടനാ. നാളെ സെക്രട്ടറിന്റെ പഠിക്കല് 50 പേരെ നിരാഹാരം കിടക്കാൻ വേണമെന്നോ? അതെ സാറേ, ഞാനിപ്പോ മരിച്ചു കിടക്ക. ഞെട്ടല്ലേ ഷോട്ടില്ല. ഞാൻ ഈ മരണത്തിൽ നിന്ന് ജനിച്ചതിന് ശേഷം വിളിക്കാം. രാജകുന്നുങ്ങളും. അപ്പൊ തല്ലിപ്പൊളി ഫുഡായിരിക്കോ? അവിടെ നിർത്ത്. ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും പേടിയുണ്ട് ഉസ്മാനെ? വണ്ടി ഓഫ് ആക്കണ്ട, സ്റ്റാർട്ട് ചെയ്തിട്ടോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കാ പേടി? അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടി ഉണ്ടെങ്കിൽ എന്റെ ചുറ്റിനും അങ്ങനെ നിന്നോ. ഉസ്മാനെ, വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിക്കോട്ടെ. ചന്ദ്ര, അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. ഇന്ന് ഫ്ലാഷ് ബാക്ക് എവിടെ മുതലാ? മുറ്റത്ത് പിച്ച വെച്ച് കിടക്കുന്ന കുട്ടിക്കാലം മുതലോ, അതോ ആശുപത്രിയിൽ അച്ഛന്റെ ഡെഡ് ബോഡി വാങ്ങാൻ കാശില്ലാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന 14 വയസ്സ് മുതലോ? എവിടെ തുടങ്ങിയാലും ക്ലൈമാക്സിന് മാറ്റം ഉണ്ടാവും. അതെന്താടാ? അയാള് പിടിച്ചാട്ടും. നിന്നല്ല അവന്. ഇതുപോലെ ശബ്ദ ഗാംഭീര്യത്തിൽ പറയണം. നിന്റെ ശബ്ദത്തിന് പവറില്ല. ഇറങ്ങി വേടാ. തുടക്കം കാലക്ക് മോനെ. ഓ, ഇവിടെ ഇരിപ്പണ്ട. കുടിക്കല, നല്ലോണം കുടിക്ക്. നാട്ടുകാരെ കൂട്ടുകാരൊക്കെ വിളിച്ച് ഒരുമിച്ചാണ് കുടിക്ക്. എന്റെ അച്ഛൻ കളപ്പുരക്കൽ രാഘവമേനോന് പറ്റിച്ച് അടിച്ചു മാറ്റിയ കുറെ കാശുണ്ടല്ലോ നിന്റെ ബാങ്കില്. എടാ ചെറ്റ, എന്റെ അച്ഛൻ നട്ടുവളർത്തി ഈ ഒട്ടുമാവ്
ആ മാവൻ വെട്ടിച്ചോടാ നീ. എവിടെ? ആ. എടാ ഈ ഒട്ട മാവിന്റെ ചോട്ട് തരരുത് വേണമായിരുന്നോടാ നിന്റെ ഒടുക്കത്തെ മോന്തല്. എണിക്കടാ എണിക്കടാ. എന്താ കേശോട്ടത്? ഏതാ ഈ നാറികള്? നീ ഇപ്പൊ പറഞ്ഞ നാറികള് നിന്റെ അച്ഛന്മാർ. പേഴ്സണാലിറ്റി തൊട്ട് കളിക്കരുത്. എടോ ഇലനക്കി നായയുടെ ചിറുനക്കി മുതലാളിമാരെ നിങ്ങളൂടെ അറിയണം ഞാൻ ഈ പറയണത്. ഇവനാദ്യം കുടിപ്പിച്ചേർത്തും പിന്നെ കുളിപ്പിച്ചേർത്തും. അതാണ് ഇവന്റെ സ്റ്റൈല്. അങ്ങനെ പണ്ടെന്റെ അച്ഛനെ കുടിപ്പിച്ചും കിടത്തി പിന്നെ കുളിപ്പിച്ചും കിടത്തി. കുടുംബം വെളുപ്പിച്ചിട്ട് ഒടുക്കം അച്ഛന്റെ ലിവറും പോയി തന്തപ്പടി വഴിയായിപ്പോ തന്തപ്പടിയുടെ കൂടെ സിംഗിടിയായിട്ട് നടന്ന ഇവന്റെ പേരിലേ ഈ തറവാട്. ഞാൻ പിച്ചു വെച്ച് നടന്ന എന്റെ തറവാട് അല്ലടാ. ആ ചീറ്റിങ്ങിന് പകരം നിന്നെ ഇവിടുത്തെ ചീറ്റിച്ചു വിടാനടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കടാ നിർത്തടാ. ഇപ്പൊ പലതവണയാ നിന്റെ അഭ്യാസം. അങ്ങനെ നിന്റെ തന്തപ്പടിയെ പറ്റിച്ച് ഞാൻ ഈ തറവാടും സ്വത്തും ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലേ നീ കൊണ്ട് കേസ് കൊടുക്ക്. കണ്ടാ സമ്മതിച്ച് അടിച്ചു മാറ്റി സമ്മതിച്ചവൻ. തോന്നിയാസം പറഞ്ഞോളാ പോലെ എന്റെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോവും. പക്ഷേ ഞാൻ ഇനിയും വരും. നിന്റെ കട്ടപ്പൊക്കെ കാണുന്നവരെ ഞാൻ ഇനിയും വരും. നിന്റെ ചതിയിൽ പെട്ട് കണ്ണീര് കയ്യുമായിട്ട് ഇവിടെ കലഞ്ഞു തിരിഞ്ഞ് നടക്കണ എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാൻ ഇനിയും വരും. എന്റെ അച്ഛന്റെ ആത്മാവാണ് സത്യം. ഗുഡ് നൈറ്റ്. ചേച്ചി ചോറ് കുത്തി നിറച്ച് വെച്ചിട്ടില്ല. ആ പേരും പറഞ്ഞ് തിന്നാതെങ്കിൽ പോരണ്ട. ഇത് ചേച്ചി എന്നും പറയുന്നതാ. തുറന്നു നോക്കുമ്പോ ലോഡ് ഉണ്ടാവും ചെയ്യും. കണ്ട എന്നാ പിന്നെ മൂക്കിത് മൂക്കിന്റെ മേലെ തൊട്ടൂടായിരുന്നോ? നിന്റെ മുഖം തെളിയാത്ത എന്താന്ന് എനിക്കറിയാം. എന്തിനാ സെക്കൻഡ് ഹാൻഡ് ആക്കുന്നത്? കുറിക്കാശ് കിട്ടി നമുക്ക് പുതിയ കമ്പ്യൂട്ടർ തന്നെ വാങ്ങിക്കാം. കൂട്ടുകാരികളുടെ മുമ്പിൽ നമ്മളായിട്ട് എന്തിനാ ചെറുതാവുന്നേ? ചെല്ല്. അച്ഛാ ഞാൻ പോവാണേ. ശരി മോളെ. ബാത്റൂമിൽ പോകാൻ മടിച്ചിട്ട് ഒന്നും കഴിക്കാതെ കിടന്നാ പിന്നെ ആശുപത്രി പോയി കിടക്കേണ്ടി വരും. പോകാനുള്ള കഷ്ടപ്പാട് ആലോചിച്ചിട്ടാ മോളെ. ആ കഷ്ടപ്പാട് കുറയ്ക്കാനല്ലേ ഇതുവരെ ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇത് അതൊന്നുമല്ല. ഇത്രയും മടി കൂടിയിട്ടുണ്ട് പച്ചന്. വായിട്ട് കീറണ്ട. നിനക്കുള്ള ഭക്ഷണം എടുക്കണ്ട്. മനീഷക്കൊരാളെ ഞങ്ങൾ എത്തി. മോളെ ഞാൻ കേട്ടു സൈറൻ. എടാ കുട്ടാ ഒന്ന് കേറിയിട്ട് പോടാ. ചായ കുടിക്കാനായിരിക്കും. കടിക്കാൻ വല്ലതും കാണുമോ? പട്ടിയുണ്ട്. എങ്ങനെയുണ്ട് കലാകാരനാ കിടന്നുള്ള അഭിനയൊക്കെ? ഒരു അവാർഡിന്റെ കുറവുണ്ടല്ലേ? കുഴപ്പമില്ല, നമുക്ക് പേ അവാർഡിലേക്ക് മാറാം. പക്ഷെ ക്യാഷ് അവാർഡ് കുറച്ച് ഇറക്കേണ്ടി വരും. നിന്റെ ഈ ഹ്യൂമർ ടച്ചുള്ള ഡയലോഗ് കേൾക്കാൻ വേണ്ടിട്ടാ ഒന്ന് കേറിയിട്ട് പോവാൻ പറഞ്ഞേ. അച്ഛനൊന്ന് പിടിച്ചു നടക്കാനുള്ള ആവത് ഉണ്ടായിരുന്നെങ്കിൽ വല്ല ആശുപത്രി സീനിലെങ്കിലും കൊണ്ട് കിടത്തായിരുന്നു. 5-6 തവണ നാടക നടനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ഒരു പഴയ ഹീറോ നമ്മുടെ കൂടെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമുക്കൊരു വെയിറ്റ് അല്ലേ? ആ നടന്റെ ചോരയിലുണ്ടായ മോള് ദിവസക്കൂലിക്ക് അഭിനയിക്കാൻ പോണതിന്റെ ക്രെഡിറ്റ് ആർക്കായിരിക്കും കൂട്ടാ? അച്ഛനല്ല, ഈശ്വരനാ. ഇല്ലെങ്കിൽ നല്ല നേരത്ത് നാടക വണ്ടി കൂട്ടിമുട്ടി അമ്മയ്ക്ക് അങ്ങോട്ട് പോകേണ്ടി വരില്ലായിരുന്നു. അച്ഛൻ ഇങ്ങനെ കിടക്കേണ്ടിയും വരില്ലായിരുന്നു. അമ്മ ആഗ്രഹിച്ച പോലെ ഒരു വീട് അതൊന്ന് മുഴുമിപ്പിച്ച് കാണാനുള്ള യോഗം കൂടി കൊടുത്തില്ല പാവത്തിന് ഈശ്വരൻ. ഓ തുടങ്ങി ഞാൻ സെന്റിമെന്റ്സ് പറയാൻ. ഉള്ള നേരത്ത് വല്ല തമാശയും പറഞ്ഞിരുന്ന ആയുസെങ്കിലും നീട്ടിക്കിട്ടും. അതെ ഇപ്പൊ തന്നെ എല്ലാം കൂടി ഒറ്റയടിക്ക് വിഴുങ്ങണ്ട. നേരത്തിന് വിളമ്പി തരാൻ ആളില്ലാത്തോണ്ട് പറഞ്ഞതാ. അപ്പൊ ശരി അച്ഛാ. പട്ടിപിടുത്തക്കാരുടെ കഥ വരെയാണ് നിന്നെ വിളിക്കാട്ടാ. നിനക്ക് 150 രൂപ 100 രൂപ വെച്ച് കമ്മീഷൻ അടിക്കണ നിന്റെ വാങ്ങിക്കുന്നുണ്ടല്ലോ. ഇതെന്താ മധുവരന്മാര് രാവിലെ തന്നെ ഈ വഴിക്ക്? സരസ് ഒന്ന് പച്ച പിടിച്ച് കണ്ട്. പച്ച സാരി പച്ച ബ്ലൗസ്. ഒന്ന് പോ ചന്ദ്രേട്ടാ. ദേ നാളെ മുതൽ ജോസേട്ടൻ നിർമ്മിക്കുന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് തുടങ്ങുവാ. ഞങ്ങള് ലൊക്കേഷൻ ഒക്കെ നോക്കാൻ ഇറങ്ങിയതാ. എടാ ജോസേ, നീ നിർമ്മാതാവുമായോ? ഹീറോയിൻ സരസ് തന്നെ ആയിരിക്കും അല്ലേ? അതെ. ഏതായാലും നന്നായി. മെഗാ സീരിയൽ ആകുമ്പോ ഷൂട്ടിംഗ് കുടുംബജീവിതോട് ഒന്നിച്ചുകൊണ്ടല്ല. ഭർത്താവ് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഓക്കെ. ഇല്ലെങ്കിൽ ഒന്ന് പ്രസവിക്കാൻ വരെ മിനിമം 10 കൊല്ലെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അതല്ലേ ഞാൻ സീരിയൽ അഭിനയിക്കാത്തത്. ഓ പെണ്ണിന്റെ പറച്ചില് കേട്ടാ കെട്ട് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി മുട്ടി നിക്കുവാന്ന് തോന്നും. കുറച്ചു കാലം കൂലിക്ക് കരയാൻ ഇതേ വണ്ടിയിൽ വന്ന ആളാണ് സരസു. എന്തായാലും നമ്മുടെ ടീമിനൊരു പേര് തന്നെയാ സരസു ഹീറോയിനായത്. അധികം വൈകാതെ ഞാൻ അവർക്ക് ഒരു ഹീറോയിനെ കൊയ്റോളെ സീരിയലിലേക്കല്ല സിനിമയിലേക്ക്. നീ ആദ്യം ഇവളെ നിന്റെ ഹീറോയിൻ ആക്കാൻ നോക്ക്. കൊല്ലം കുറെ ആയാലും രണ്ടും കൂടി ചക്കീം ചങ്കരനുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് ഈ സീരിയലിന്റെ ഒരു കുഴപ്പം. 1-2 പറഞ്ഞ കല്യാണമായി കരച്ചിലായി.
ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നല്ലേ. അയ്യോ ഞാൻ മറന്നുപോയി. ഞാൻ പണ്ടത്തോർമയിൽ കേറാൻ പോയതാ. അപ്പൊ ഞാൻ പോട്ടെ പോട്ടെ നിമ്മി. എല്ലാവർക്കും സർജനെ പോലെ പച്ച പിടിക്കണ്ടേ. വണ്ടി ഇവിടെന്താ വേറെ ഷൂട്ടിംഗ്? ഇത് ചിലപ്പോ ജോഷി സാറിന്റെ പടവയ്ക്കുള്ളൂ. ആൻഡ്രോ ജോസഫ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. ഇതെന്താ റോസ്മാനെ വണ്ടി ഇങ്ങോട്ട് തിരിയണത്? ഇത് കോളേജല്ലേ? അതെ, തേവര കോളേജ്. ഇവിടെയാ ലൊക്കേഷൻ. നിന്നോട് ആര് പറഞ്ഞു? പ്രൊഡക്ഷൻ മാനേജർ. എന്നിട്ട് അതെന്താ നീ എന്നോട് പറയുന്നേ? അതിനെന്നോട് ചോദിച്ചാ. സീമാറിന്ന തോന്നണേ. തള്ളമാർക്കും തന്നമാർക്കൊക്കെ ഇന്നത്തെ കൂലി കെട്ടവണ ലക്ഷണമുണ്ട്. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള കോളേജ് കുമാരന്മാരും കുമാരിമാരൊക്കെയാണെന്നാണ് ഇറങ്ങിയ. ഒരു ചായ നീ എന്താ ഇറങ്ങാത്ത? ഞാനില്ല, ഇത് രാജു പഠിക്കുന്ന കോളേജാ. ഇവിടെ വായി നോക്കി നിൽക്കാനാണോടാ ഈ പേടകത്തിൽ കയറി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കാലത്തെ തന്നെ ഈ എബ്രഹാം ലിങ്കനെ മൂടൗട്ടാക്കാതെ ഫ്രെയിമിൽ കയറി വായി നോക്കടാ. അതല്ല ലിംഗ സാറേ, സാർ ഇന്നലെ പറഞ്ഞത് ആശുപത്രിയിലെ വിഷമത ദുരിതത്തിന്റെ കണ്ടിന്യൂറ്റി ആണെന്നല്ലേ? എന്നാ ആ കണ്ടിന്യൂറ്റി മാറി കോളേജിൽ വില്ലന്റെ ഇൻട്രഡക്ഷൻ ആക്കി. എന്താ നിന്നെ പോലെ കൂലിക്ക് ഞണ്ണാൻ വരുന്ന ഊച്ചാളികളോട് ഇതൊക്കെ നേരത്തെ ചാർട്ട് ചെയ്ത് ബോധിപ്പിച്ചാലേ നീയൊക്കെ പണിയെടുക്കൂ. പോട ഞാഞ്ഞോള് കവള. എന്ത് എടാ, ആളെ ഒരുമാതിരി ആക്കി സംസാരിച്ചാലുണ്ടല്ലോ കെട്ടിക്കും ഞാൻ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എബ്രഹാം ലിംഗം വിചാരിച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ 10,000 വേറെ വരും. ഹായ് നിമ്മി. ഹായ് ദിവ്യ. ഹായ് കുരുത്തം കെട്ട തള്ളേ, നിങ്ങളോട് ഞാൻ ഹായ് പറഞ്ഞോ? ഇതെന്താടോ ഇത്? ഇവിടെയാണ് ഷൂട്ടിംഗ് നടക്കണേ. അവിടെയല്ലേ? വേഗം ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നേ. വാടാ വാടാ വാടാ. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. വാടാ 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 വാടാ. രമേശ, ഈ കുട്ടി കൊള്ളാം. ഇവിടെ ഹീറോയിന്റെ കൂടെ നിർത്തി. ആക്ഷൻ. ഈ മഞ്ചേരി ആരാണെന്നേ അവനൊന്നും അറിയില്ല മോളെ. പാവപ്പെട്ട കുട്ടികളുടെ മാനത്തിന് വില പറയാൻ ഇനി അവനെങ്ങാനും മസ്ലിം പിരിപ്പിച്ച് വന്നാൽ പെണ്ണിന്റെ അന്തസ് എന്താണെന്ന് ഞാൻ അറിയിച്ചു കൊടുക്കും അവന്. ആരാ കൂട്ടത്തിൽ കിളവൻ കോളേജ് നിന്നെ കണ്ട ഏജ് ഫീൽ ചെയ്യുന്നുണ്ട്. അയാളല്ല, താൻ തന്നെ. വരേ ഷർട്ട്. എനിക്ക് പ്രായം കുറവാണ് സാർ. ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കാം സാർ. ഒന്ന് മാറ്റി നിർത്തോ അയാളെ. തന്നോടല്ല മാറിക്കാൻ പറഞ്ഞേ. ഞാൻ ചുള്ളാണ് സാർ, ചെറുപ്പക്കാരൻ സാർ. അത് ഈ വയറ് കണ്ടാ പറയത്തില്ലല്ലോ. വയറ് പൊട്ടിച്ചല്ല. വയറകത്തേക്ക് പിടിച്ചോ ബാക്ക് പുറത്തേക്ക് തള്ളിയില്ലേ? ഈ വയറകത്തേക്ക് പിടിക്കുമ്പോ ബാക്ക് പുറത്തേക്ക് തള്ളുന്ന ഒരു രോഗമാണ്. അതിനുള്ള ചികിത്സ ഞാൻ ബാക്കിൽ തരാം. ബാക്കിൽ എവിടെയെങ്കിലും പോയി പാസിങ്ങിന് നിൽക്കണോ? ഞാൻ എവിടെ വേറെ നിന്നോളാം. പക്ഷേ സിനിമന്റെ ചോറ അത് ഞാൻ ഉണ്ടട്ടേ പോകൂ. ഞാനിവിടെ വെയിറ്റ് കുറെ നേരമായല്ലോ കുട്ടി ഫ്രെയിമിൽ നിന്ന് വിളിച്ചു കളിക്കുന്നു. ഞാൻ തന്നോട് പറഞ്ഞല്ലേ ഹീറോയിന്റെ ആർട്ടിസ്റ്റ് നിർത്തിയാൽ മതിയെന്ന്. കണ്ട ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിച്ചു നിർത്തി ഫിലിം കളയാനായിട്ട്. ഒന്ന് നേരെ നിൽക്കാൻ പറയൂ. വാടി, ഇവളുടെ ഒരു കാര്യം. രാജി നിൽക്കടി, കുറച്ചേരം കൂടി കാണാടി. നല്ല രസമുണ്ട്. എനിക്ക് വലിയ രസം തോന്നുന്നു. എന്താ പെട്ടെന്ന് ഡള്ളായത്? ഒന്നും രാജി, ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത് മോളുടെ കോളേജിലെ ഷൂട്ടിങ്ങിന്. ഞാൻ പോവാൻ പോയതാ, പക്ഷെ പറ്റിയില്ല. എത്രയായാലും ഇത് ജോലിയായി പോയില്ലേ. മോൾക്ക് വിഷമായില്ലേ? സോറി. ഇതാണോ നിന്റെ കൊസ്രാക്കൊള്ളി ഗ്യാങ്? ചേച്ചിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി താടി. ആരാ അത്? രാജയുടെ ചേച്ചിയാ? അത് ചേച്ചിയാ, വകയിലൊരു ചേച്ചി. ഇവിടെ വന്ന് വായി നോക്കി നിൽക്കുക. പോയി ഹീറോയിനെ പിന്നെ ചെന്ന് നിൽക്ക്. രമേശിന് നേടെ പോയി എടുക്ക. ചോറ് ശരിക്കിട്ടോ. ആ, കുറച്ച് സാമ്പാർ. എടാ ചന്ദ്ര, നീ അല്ലേ ഇപ്പൊ ക്യൂ ഒന്ന് വാങ്ങിപ്പോയത്? ചേട്ടാ, ഒരിക്കൽ കണ്ട സിനിമ പിന്നെയും കാണാൻ പോകുമ്പോ പിന്നെയും ക്യൂവിൽ നിൽക്കണം. അതാണല്ലോ മര്യാദ. ഒന്നും ആയില്ല ജോസേട്ടാ, ഊറ്റ പിടി കൂടി.